ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ നല്ലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയാല് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പൊ ഞാനും ചേട്ടായി കൂടെ നമ്മളിപ്പോ എന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എന്റെ മടിയിലിരിക്കുന്ന ഈ ആള്. അപ്പോ ഇവനെ ഒന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകണം. അത് പോകുന്ന വഴി ചെയ്യാണ്. നമുക്ക് പിന്നെ അല്ലാതെ വീട്ടിൽ പോകുന്ന കുറച്ച് ആവശ്യമായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്കാണെങ്കിൽ അവനെ കൊണ്ട് എന്താ പറയാ, കൊല്ലത്തുള്ള ഒരു ഗ്രൂമിങ് സെന്റർ ആണ് കേട്ടോ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അവനെ ഒന്ന് ഹെയർ കട്ട്, ആക്ച്വലി ഹെയർ കട്ട് ഒന്നുമില്ല, കാരണം 1 വർഷം ആയാലേ പേർഷ്യൻ ക്യാറ്റിന്റെ ഹെയർ കട്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഹെയർ കട്ടില്ല, എന്നാലും അവന്റെ നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ അവരെ ഒന്ന് ക്ലീൻ കുട്ടപ്പനാക്കി തരും. അപ്പൊ നമ്മള് ചെവിയൊന്നും കുളിപ്പിക്കുമ്പോൾ കഴിവത്തില്ലല്ലോ, കാരണം അവർക്ക് വെള്ളം ചെവിയിൽ കയറിക്കൂടാ. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെല്ലാം വെറ്റ് വൈപ്പ് വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്നാലും ഇത് അകത്തോട്ട് അവർ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അത് ഞാൻ അവിടെ പോയിട്ടാണ് കണ്ടത്. അപ്പൊ എനിക്കതൊന്നും ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും അവരുടെ ചെവിയൊക്കെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലം ആയിട്ട് മാറും, പിന്നെ അത് വലിയ പ്രോബ്ലം ആവും കേട്ടോ. അപ്പൊ നമ്മള് ആണെങ്കിൽ ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ആക്ച്വലി നമ്മൾ ഇറങ്ങിയത്, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 11-12 ആയപ്പോ ഇറങ്ങിയതാ. പക്ഷെ പിന്നെ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ അവനെ കൊണ്ട് ഗ്രൂമിങ് സെന്ററിൽ ഏൽപ്പിച്ചിട്ട് അതിന്റെ തൊട്ടടുത്തുള്ളൊരു കടയിലോട്ടാണ് ഇത് കഴിക്കാൻ വന്നത്. അപ്പൊ ഇടിയപ്പവും ബീഫും ഒക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം വിശന്നും വയലിന് അവൻ മടിയിരിക്കുന്നതുകൊണ്ട് നമ്മള് കടയിലൊന്നും ഇറങ്ങാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ അവന് ആദ്യം കാറിൽ കയറുമ്പോൾ ഭയങ്കര പേടിയും വെപ്രാളും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് കൊല്ലത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഗ്രൂമിങ് സെന്റർ. അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് വിളിച്ച്, ഇതേപോലെ അവന് ഡ്രയറിന് ഭയങ്കര പേടിയാവുന്ന, അവനെ ഇന്ന് കുളിപ്പിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അവൻ ഒത്തിരി പേടിക്കുക. ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാ പെറ്റ്സും പേടിക്കുമെന്ന്, കാരണം ഈ ഡ്രയർ ഒന്നും അവർക്ക് വലിയ ശീലമില്ല. അപ്പം ഇപ്പൊ പൂച്ചകളായാലും അങ്ങനെ കേട്ടോ, നമ്മൾ ഓരോ പുതിയ ശബ്ദങ്ങളും അവർക്ക് ആദ്യം പേടിയാവും. അപ്പൊ ലക്കിക്കും അങ്ങനെ ആയിരുന്നു. ആദ്യം കുക്കറിന്റെ ശബ്ദം പേടിയായിരുന്നു, അങ്ങനെ ഓരോന്നും പേടിയാ. പിന്നെ അത് ശീലമാകുമ്പോൾ കുഴപ്പമില്ല. കുക്കർ, മിക്സി, അങ്ങനെ എന്ത് പറയാനാ, അവനെ കൊണ്ട് ഒരു വിധത്തിൽ ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ അവനെ കുളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് ചെവിയൊക്കെ അവരൊരു ലിക്വിഡ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോൾ വേറെ അവിടെ ഒരു ഷിറ്റ്സു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ ഇങ്ങനെ ഗ്രൂം ഒക്കെ ചെയ്യിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചെവി ക്ലീൻ ചെയ്യുന്ന ലിക്വിഡൊക്കെ നമുക്ക് എങ്ങനെയാന്നൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാത്തിനും അവൻ സഹകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഡ്രയറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര ബഹളം. അവിടെ ഗ്രൂമിങ്ങിന് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ റിട്രീവറിന്റെ ഒരു 4 months ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു അവൻ. അവന്റെ പേര് ഫ്ലമെൻഡോ എന്നാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട്. അത് ആര് കണ്ടാലും അവനൊന്ന് തൊടാൻ തോന്നും. അപ്പൊ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചിട്ടാണോ ക്ഷീണിച്ചിട്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ, ഭയങ്കര ഉറക്കം. അവൻ പണ്ട് ഞങ്ങൾക്ക് പട്ടിക്കുട്ടി ഉള്ളപ്പോ അവൻ ബാക്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇവൻ അങ്ങനൊന്നും ഇരിക്കണേ ഇല്ല. പിന്നെ ഞങ്ങൾ പുയ്യപ്പള്ളിയിൽ എത്തിയിട്ട് ധന്യ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി കുറച്ച് അത്യാവശ്യം മേടിക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ രാത്രിയായി. ഒരു ഉച്ചയ്ക്ക് ഇറങ്ങിയെങ്കിലും നമ്മൾ എത്തിയപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പൊ ഗ്രൂമിങ് സെന്റർ ഞങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഡ്രയർ വെച്ചിട്ട് ഇവനെ ഒന്ന് ശീലിപ്പിച്ചിട്ട് ഒന്നുകൂടെ കൊണ്ടുപോകാനാ. അപ്പൊ നമ്മൾ നോക്കണം. അപ്പൊ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ പാതിരാത്രിയായി കേട്ടോ. പാതിരാത്രിയില്ല, ലൈക്ക് ഒരു 7-8 മണി ആ ടൈം ആയിട്ടുണ്ട്. അപ്പൊ മമ്മി ഞങ്ങളെ കാത്തൊക്കെ നിൽക്കുമായിരുന്നു. എവിടെ പോയിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. ഹായ് ഒക്കെ പറയട്ടോ. അപ്പൊ ആദ്യം ഒരു ഹായ് തന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് നിന്നില്ല, ഒന്നും കൂടെ ഹായ് തരാം, വീഡിയോ എടുക്കുമെന്ന്. ഈ വീഡിയോ കാണുമ്പോ പറയേ, എന്തിനാണ് ഈ ദുഷ്ടത്തി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പൊ ലക്കിയെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുക. അപ്പൊ ലക്കിക്ക് നമ്മൾ അവിടെ നിന്ന് ഒരു നമ്മുടെ കഴുത്തിയിടുന്ന ഒരു സാധനം കൂടെ എക്സ്ട്രാ മേടിച്ചു കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് അമ്മയ്ക്ക് അങ്ങ് വിഷമം. അമ്മയ്ക്ക് ഇത്രയും ഇങ്ങനെ അവനെ വലിഞ്ഞു മുറിക്കും പോലെ വേണ്ട, പഴയതെടുത്തിടുന്നത്. അപ്പൊ ഇതൊക്കെ അവന് ഞങ്ങൾ അവിടുന്ന് മേടിച്ച ഫുഡാണ് കേട്ടോ. ഇതാണ് ആ കഴുത്തിലിടുന്ന എക്സ്റ്റൻഷൻ. കാരണം വാക്കിംഗ് ഒക്കെ കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറെ സിപ്പപ്പ്, അവന്റെ ഫുഡ് എല്ലാം അവിടുന്ന് തന്നെ മേടിച്ചു. കാരണം അതൊരു ഗ്രൂമിങ് സെന്റർ ആണെങ്കിൽ പോലും ഇവരുടെ എല്ലാം മോസ്റ്റ്ലി ഇങ്ങനത്തെ എല്ലാ സ്നാക്ക് അങ്ങനത്തെ എല്ലാം കിട്ടും. പിന്നെ ഒരു വെറ്റ് പൈപ്പ് കൂടെ മേടിച്ചു.
പിന്നെ നമ്മൾ യൂഷ്വലി ഉപയോഗിച്ചിരിക്കുന്ന ലോങ് ഹെയറിന്റെ ആണ് നമ്മൾ അവന് കൊടുക്കുന്ന ഫുഡ്, ക്യാറ്റ് ഫുഡ്, കിറ്റൻ ഫുഡ്. അപ്പോൾ ലോങ് ഹെയറിന്റെ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിസ്കസിന്റെ മേടിച്ചു, കുറച്ച് ഡ്രൈ ഫുഡ്, പിന്നെ വെറ്റ് ഫുഡ് അതെല്ലാം മേടിച്ചു. പിന്നെ അവന് കുളിപ്പിച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ. ആ തുണി ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഞാനത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അതവന്റെ പഴയ പിങ്ക് കളറാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഒരു ജെൻഡർ റിവീലാണ് നടന്നത്. നമ്മൾ ഇത്രയും നാൾ പെണ്ണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലക്കി ആണായിരിക്കുന്നു. എന്താ ചെയ്യാ, എന്റെ കുഞ്ഞ് 6 മാസമായിട്ട് പെണ്ണാണെന്ന് വിചാരിച്ചോണ്ടിരുന്ന, അങ്ങനെ അവന് ആണായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ അവന് വേണ്ടി ഓർഡർ ചെയ്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ അത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. സ്ക്രാച്ചിന്റെ അവരുടെ നഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി തരിക്കും. പക്ഷെ ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ, 100 രൂപയ്ക്ക് സംതിങ്ങേ ഉള്ളൂ. പക്ഷെ ഇത് മേടിച്ച് വെക്കുവാണെങ്കിൽ സോഫയിലൊന്നും പോയി ഒരു മാന്തത്തില്ല. അപ്പൊ എപ്പോഴും ഇവനാണെങ്കിൽ വീട്ടിൽ വന്ന സോഫയിൽ പോയി മാന്തുന്ന ഒരു ഇത് കിട്ടിയതിന് ശേഷം കറക്റ്റ് അതിൽ തന്നെ പോയി മാന്തും. അവന് അങ്ങനെ ഇച്ചിരി ഇത് തോന്നുമ്പോഴേ ഓടിപ്പോയി അതിലാണ് മാന്തുന്നത്. അമ്മ ആണെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ ചേട്ടായി വന്ന ഉടനെ പുള്ളിക്കാരത്തി ആദ്യം ചെയ്യുന്നത് മാവരച്ച് വെപ്പാണ് കേട്ടോ. അപ്പൊ മാവരച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ന് അമ്മ ബീഫൊക്കെയാണ് കേട്ടോ, ബീഫ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡിന്നറ് ബീഫും ചപ്പാത്തിയാണ്. നാളത്തേക്ക് വേണ്ടിയാണ് ദോശമാവ്. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ട്. ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ രാവിലെ ആയിട്ടുണ്ട്, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനന്ന് വെളിയിൽ പോവാ. ആണെങ്കിൽ എനിക്കിന്ന് ഗോകുലത്തിൽ പോകണം, ഗോകുലം ചെക്ക് ഫണ്ടിൽ. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിന്ന് മാളുവിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണം വൈകിട്ട്. പിന്നെ അമ്മാമ്മനെ കാണാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാണ്. 10:30 ബസ്സുണ്ട്. ചേട്ടായി ആസ് യൂഷ്വൽ ഉറങ്ങുകയാണ്. ചേട്ടായി എപ്പോഴും ഉറങ്ങുമെന്നിങ്ങനെ പറയരുതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അമ്മ അംഗൻവാടിയിൽ പോയി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വന്നത് ഈ ഗോകുലത്തിൻ്റെ കാര്യത്തിന് ചിട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് തന്നെ. അപ്പോൾ അത് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ. പൂങ്കി ഇവിടെ കിടന്ന് കുരുത്തക്കേട് കാണിച്ച് എൻ്റെ അടിയും കിട്ടി കഴിയുക. ബാത്റൂമിൽ കയറി പോവുക എപ്പോഴും. ലക്കോ ലക്കോ കുളിക്കുവാണോ ഇയാൾ? കുളിക്കുവാണോടോ ഇയാൾ? പെണ്ണി കുളിക്കുവാണോ ഇനി? പിന്നെ ഇവള് പെണ്ണല്ല കേട്ടോ, ആണാണ്. നമുക്ക് ഗ്രൂമിങ്ങിന് പോയപ്പോഴാണ് നമ്മുടെ ജെൻഡർ റിവീലായത്. ഞാൻ കുറച്ചങ്ങോട്ട് ഷോള് പിടിക്കാൻ എടി പോക്കരി. ടാറ്റാ ലക്കി, ടാറ്റാ. അപ്പൊ കൊട്ടാരക്കരയാണ് കേട്ടോ ഈ ഗോകുലത്തിന്റെ ഓഫീസ്. അപ്പൊ അവിടെ പോവുക, നമ്മളൊരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ലൈക്ക് നമുക്ക് നെക്സ്റ്റ് മന്ത് ചിട്ടി വേണം എന്നുള്ള രീതിയിൽ 1 മന്ത് മുന്നെയാണ് നമ്മൾ അവിടെ പോയി എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ഒക്കെ ചെയ്ത് എന്താണ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മുടെ അവിടുത്തെ മെയിൻ ആള് വന്ന് നമ്മൾ ചോദിച്ചു. പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് പഴമൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പഴവും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത് ബസ് പിടിച്ച് നമുക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെ പറ്റിയാലാണെങ്കിൽ നമുക്ക് അമ്മാമ്മേനെ കാണാൻ കയറണം. ഫുൾ ബിസി ഡേ ആണ് കേട്ടോ. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പോകാനാണ് പ്ലാൻ. ഇതാണ് കൊട്ടാരക്കര കേട്ടോ. കൊട്ടാരക്കര നമ്മൾ ബസ്സിൽ കയറി. പണ്ട് കൊട്ടാരക്കര എപ്പോഴും ഇങ്ങനെ വരുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മർത്തോമ സ്കൂളിലായിരുന്നു, കൊട്ടാരക്കര മർത്തോമ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാനൊരു എത്രാം ക്ലാസ്സിലായിരുന്നു, 5ാം ക്ലാസ് തൊട്ട്, അല്ലല്ലേ സോറി 5ാം ക്ലാസ് കേട്ടോ. എനിക്കിത് മറന്നൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ 5ാം ക്ലാസ് തൊട്ട് ബസ്സിൽ കയറി വരുന്ന ആളായിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ കൺസെഷന് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ആയിരുന്നു പോകുന്നത്. അപ്പൊ ഞാൻ അമ്മാമ്മ വീട്ടിലെത്തി. അമ്മാമ്മേനെയൊക്കെ ഇന്നലെ വന്നിട്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ അമ്മാമ്മേനെ കാണാൻ പോവാണ്. അപ്പൊ മൂത്തമ്മ അമ്മാമ്മയൊക്കെ ഇപ്പൊ ഗുളി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പൊ അവർക്ക് ഇപ്പൊ കിങ്ങാമോന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫൈനൽ +2 എക്സാം. അപ്പൊ അവക്കൊരു ഡയറി മിൽക്കൊക്കെ കൊടുത്തു. പിന്നെ ആന്റിജി എനിക്ക് വേണ്ടി നാരങ്ങവെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ, ചൂടത്തുനിന്ന് കയറി വന്നപ്പോ. അപ്പൊ ആന്റി ഇവിടെ കുറെ ചക്കയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ആന്റിയുടെ ലഞ്ച് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ലഞ്ചൊക്കെ ഇഷ്ടമാണല്ലോ. പിന്നെ ചോറൊക്കെ അവിടുന്ന് കഴിച്ചു. ചോറിന് നല്ല മീൻ വറുത്തത്, എന്തൊക്കെയോ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ, ചുറ്റും വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ലക്കിക്ക് ഓർഡർ ചെയ്ത്. നിങ്ങൾ വിചാരിക്കും ഈ ലക്കിക്ക് ഒരു പൂച്ചയ്ക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ആക്ച്വൽ തിങ് ഈസ് അത് പലർക്കും പല അഭിപ്രായമായിരിക്കാം.
വളർത്താൻ നന്നായിട്ട് പറ്റുമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പെറ്റ്സിനെയൊക്കെ നമ്മൾ വീട്ടിൽ മേടിക്കാവൂ കേട്ടോ. കാശും ചിലവാകും, അതേപോലെ അവരെ കെയർ ചെയ്യാൻ വേണ്ടി ടൈമും എഫേർട്ടും ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത് അവന്റെ ലിറ്റർ സാൻഡ് ആണ്. അപ്പൊ ഇതിനകത്ത് മാത്രമല്ലേ അവര് മൂത്രമൊക്കെ ഒഴുകത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവന്റെ കളിപ്പാട്ടമാണ് ഇത്. അപ്പൊ ഇവന് ഭയങ്കര കളിപ്പാട്ടം ഇല്ലാത്തതുകൊണ്ട് മുട്ടത്തോടൊക്കെ ഇട്ട് തട്ടി കളിക്കുന്ന പോലെ ഞാൻ തോന്നിയോണ്ട് ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല കേട്ടോ. ആൾക്കാർ നോക്കുമ്പോ ഇവന് തന്നെ എന്തിനാണ് ഇത്രയും സാധനം മേടിക്കുന്നത് എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. അപ്പൊ ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് അവനെ ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ ലക്കിക്ക് ഇത് നേരത്തെ കുഞ്ഞുനാളിലുണ്ടായിരുന്നു ഈ സ്ട്രിങ് പോലത്തെ കളിപ്പാട്ടം. അപ്പൊ അത് പോയിരുന്നായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാൻ ഒന്നുകൂടെ മേടിച്ചതാണ്. ഈ സാധനം കണ്ടിട്ട് അവന് ഭയങ്കര പേടി കേട്ടോ. ആദ്യം അത് കണ്ടിട്ട് കിടന്ന് ഓടുമായിരുന്നു. അത് എല്ലാ സാധനത്തിനോടും ആദ്യം ഭയങ്കര പേടിയാ. അപ്പൊ ഇത് ദൂരെ എന്തെങ്കിലും കുറെ നേരം നോക്കിയതിന് ശേഷം അവന് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നതിന് ശേഷം പോയി തട്ടും. അങ്ങനത്തെ രീതി. എല്ലാത്തിനോടും ആദ്യം പേടിയാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ടാല് പെട്ടെന്നൊരു ഇപ്പൊ ഒരു നമ്മുടെ സ്പോഞ്ച് ബോളൊക്കെ ഇല്ലേ, അതൊക്കെ ആദ്യം മേടിച്ചു കൊടുത്തപ്പോ ഒറ്റ ഓട്ടമാണ് അത് കണ്ടപ്പോ കാണിച്ചത്. അതങ്ങനെയാണ്, ഭയങ്കര പേടിയാണ് ഇവർക്കൊക്കെ. ഇപ്പൊ അവനെ അതിനിരുന്ന് സൂക്ഷിച്ചു നോക്കി കുറെ നേരം ഒബ്സർവ് ചെയ്തിട്ട് പോയി ഒരു അടി കൊടുത്തതെന്ന് വെച്ചാൽ തിരിച്ചത് അടിക്കത്തില്ല എന്നുള്ള ബോധം വരണം. അതിനുശേഷമാണ് ഇപ്പൊ അതിനോട് കളിക്കുന്നത്. ക്യൂട്ടാണ്. ഇവർക്ക് നമ്മൾ പേർഷ്യൻ ക്യാറ്റിനൊക്കെ എന്ന് പറയുന്നത് ഇതേപോലെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. അതേപോലെ നമ്മൾ അവരുടെ കൂടെ കുറച്ച് ടൈം ഇതേപോലെ കളിപ്പാട്ടമൊക്കെ കളിപ്പിച്ചൊക്കെ ഇരിക്കുകയും വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഇവർക്ക് പല അസുഖങ്ങളൊക്കെ വരുമെന്നാ കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു പെറ്റിനെ വളർത്തുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കണം, റിസർച്ച് ചെയ്യണം. കാരണം നമുക്ക് വലിയ പിടിയില്ല. ഞാനും ഒരു ഡോഗ് പേഴ്സൺ. അപ്പൊ എനിക്ക് ഒരു ഇവനെ പറ്റി ക്യാറ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈവനിങ് ആയപ്പോ ഞാനും അമ്മയും മാത്രമാണ് കേട്ടോ പോകുന്നത്. കാരണം ചേട്ടായിക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആ. ഞാൻ ലീവ് എടുത്തു. കാരണം രാവിലെ എനിക്ക് ഗോകുലത്തിൽ പോണായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് വേണ്ടി ഞാൻ ലീവ് എടുത്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനും അമ്മയും കൂടെ മാളുവിന്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഇല്ല, എന്നാലും ഒരു കേക്ക് കട്ടിങ് ഞങ്ങൾ ഇവിടെ ഉണ്ടായോണ്ട് പോവാലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ലീവാണ്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പൊ ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. മാളുവിന്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറി കൂടെ ആണ് കേട്ടോ. അപ്പൊ നമ്മള് ചാച്ചൂട്ടിന് ഒരു ഡ്രസ്സും അവിടുത്തെ അമ്മയ്ക്ക് ഒരു സെറ്റും കൊണ്ടും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോ നമ്മൾ കയറിയത് നമ്മള് ഓയൂരാണ് പോകുന്നത്. നമ്മള് അമ്മയുടെ സ്കൂട്ടി എടുത്തോണ്ടാണ് വന്നേ. അപ്പൊ ഞാൻ സ്കൂട്ടി ഓടിക്കുന്നോണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തന്നേനെ. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഓയൂരുള്ള ഒരു കടയിൽ കയറി. അമ്മ ഇവിടെ യൂഷ്വലി ഇവിടുന്ന് ഇഷ്ടംപോലെ വട്ടം എടുക്കുന്ന ഒരു കടയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ അവിടുന്ന് ഇറങ്ങും. ഇനി ഇവിടുന്ന് ഒരു 6 മിനിറ്റ്സിന്റെ ദൂരം കൂടെ ഉള്ളു അവരുടെ വീട്ടിലോട്ട് പോവാൻ. നല്ലൊരു കടയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ എന്താ പറയാ NVP എന്നാണ് കേട്ടോ കടയുടെ പേര്, ഓയൂരുള്ള. അപ്പൊ പഴയ കടയായിരുന്നു, ഇപ്പൊ നന്നായിട്ട് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട് അവര്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഗൂഗിളിൽ നോക്കി ഒരു വിധത്തിൽ നമ്മൾ അവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തുമ്പോ തന്നെ മാമിയൊക്കെ ലക്ഷ്മി മാമിയൊക്കെ ഇരിപ്പുണ്ട്. വെച്ചാൽ എന്റെ മാമന്റെ മോളാണ് മാളു. അപ്പൊ മാമനും മാമി ഓൾറെഡി ഞങ്ങൾ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വീടിന്റെ കുറച്ച് ദൂരോട്ട് തന്നെ അവർക്ക് ചെടിയുടെയൊക്കെ ഒരു നഴ്സറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ മാളു. കൊച്ചുനാള് തൊട്ടേ എന്റെ കൂടെ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ ഇതാണ് ചാച്ചൂട്ടൻ മാഷ. ഇവനെ ഞാൻ വിളിക്കുന്നവനെ മാഷിയെന്നാട്ടോ. ഇപ്പൊ വലിയ കൊച്ചായി പോയി ഇപ്പൊ. അപ്പൊ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറയാം, നീ പിങ്ക് കൊലത്തിലെടുക്കുന്നത്, ഞാൻ നല്ല സുന്ദരക്കുട്ടനായിട്ട് കുളിച്ചൊരുങ്ങിയൊക്കെ വരാം, എന്നിട്ട് വേണം എന്നെ വീഡിയോ എടുക്കാൻ. അപ്പം നമ്മൾ പക്ഷെ കണ്ടു കൊടുക്കുമല്ലോ, നമ്മളെല്ലാം നാച്ചുറൽ ആയിരിക്കണം. അപ്പൊ എല്ലാരും വന്നിട്ടില്ല. 4:30 ആകുമ്പോഴത്തേക്ക് കേക്ക്, അതാണ് ഡ്രസ്സിന്റെ കാര്യമാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. അപ്പം അവരെല്ലാവരും റെഡി ആയിട്ട് ഇപ്പം വരും. അപ്പൊ ചാച്ചൂട്ടൻ ഇങ്ങനെ കേക്കൊക്കെ വെട്ടാൻ റെഡിയാണ്. അപ്പൊ എല്ലാരും 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് കേക്ക് വെട്ടാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചാച്ചൂട്ടന്റെ അച്ഛന്റെ സഹോദരങ്ങളും വൈഫും അങ്ങനെ എല്ലാരും വരുമല്ലോ, ഫാമിലി എല്ലാരും വന്നതിന് ശേഷം. അപ്പൊ നമ്മളിവിടെ ആദ്യമേ എത്തി. കുറെ പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാളുന്റെ നാത്തൂനും ഒക്കെ. അമ്മ ചാച്ചൂട്ടനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ വിളിക്കുന്നേ സൂനു, എന്നെ വീട്ടിൽ വിളിക്കുന്നവര് സോനു എന്നുണ്ടോ, എന്നെ വിളിക്കുന്ന സൂനു എന്നാ എന്നെ വിളിക്കുന്നവൻ. അതേപോലെ ലക്ഷ്മി അമ്മ എന്ന് വെച്ചാൽ അവന്റെ അമ്മൂമ്മനെ വിളിക്കുന്ന ലക്കി. നമ്മുടെ ലക്കിയല്ല, ലക്കി. ലക്ഷ്മി എന്നാണ് കേട്ടോ പേര്, അതിനെ വിളിക്കുന്ന ലക്കി എന്നാണ്.
ഭയങ്കര ക്യൂട്ടാണ് അവൻ. ഞാൻ ഇതിനു മുമ്പുള്ള വ്ലോഗിലൊക്കെ അവനെ കാണിച്ചിട്ടുണ്ട്. ചാച്ചൂട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? എന്തൊക്കെയുണ്ട് ഇന്ന് വിശേഷങ്ങള്? ഈ പല്ലിന്റെ ഇടയ്ക്ക് പുയിപ്പല്ല് വന്നോ? പിന്നെ മാഷിയോട് പറഞ്ഞോ? ടിവിയില് മാഷിയുണ്ടോ? ആ ഓക്കെ. കുളിക്കാൻ പോവാന്നോ? അവൻ എന്നെ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മ ഓൾറെഡി കുളിച്ച് സുന്ദരക്കുട്ടനായിട്ട് ഇരിപ്പുണ്ട്. എന്നാലും അവന്റെ അച്ഛനെ എപ്പോഴും അവന് തലയിൽ എണ്ണമയം വേണമെന്നാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് തലയിൽ എണ്ണ തേച്ച് കൊടുത്തേ. അപ്പൊ ഞാൻ വിചാരിച്ച് കുളിക്കാൻ പോവാന്ന്. അപ്പൊ ഇതാണ് മാമൻ, ബാവാമൻ. ഇതോ ലക്കി അമ്മൂമ്മ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടൊരു ലക്കി. ഞങ്ങളുടെ വീട്ടിലെ ലക്കിയെ കാണണോ? ഇത് ചോഞ്ഞു. ഓണ് പഠിച്ചു വരുന്നുണ്ട്, വേറെ കൂട്ടു വരുന്നുണ്ട്, നല്ലൊരു ബസ് വരുന്നുണ്ട്, കൈ കാണിച്ച നിൽക്കുന്നു ഷോപ്പിൽ എന്നും പരിപാടി, തിക്കി തിരക്കി കേറല്ലേ, തിങ്ങി തിങ്ങി നിൽക്കല്ലേ. ഓ സൂപ്പർ പാട്ടാണല്ലോ. അവക്കൊരു മാലൂസ് ഗപ്പി എന്ന് പറയുന്നത് ഒരു നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പൊ ആ വീടിന് ചുറ്റും ഇഷ്ടം പോലെ നല്ല ഇൻഡോർ പ്ലാന്റും അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് മേലോട്ട് വേറൊരു സെപ്പറേറ്റ് സ്പേസ് എടുത്തിട്ടുള്ള ഒരു നഴ്സറി ഉണ്ട്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് വീടിന് ചുറ്റും തന്നെ നല്ല ഇഷ്ടം പോലെ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കെ കാണാൻ ചന്തമൊക്കെ ഉള്ളിൽ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഇതേപോലെ തന്നെ വെറും ചെടികൾ മാത്രമല്ല കേട്ടോ, അതേപോലെ മാവ്, നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് മാവുകള്, പ്ലാവ്, പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവുകള്, അതേപോലെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതേപോലെ ഇനി കുറച്ചായിട്ട് അവര് മീനിന്റെ ബിസിനസ്സിലോട്ടും വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ മീനിന്റെ അറേഞ്ച്മെന്റ്, കിണറിന് ചുറ്റും സ്പേസ് നഷ്ടപ്പെടാതെ അതും ചെയ്തിട്ടുണ്ട്. കുറെ നല്ല രസമാണ് കാണാൻ. പിന്നെ അതേപോലെ നമ്മുടെ അവിടെ ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതെന്താ പറയാ, ഒരു മീനിന്റെ ഒരു പുതിയതായിട്ട് ബിൽഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് നാരങ്ങയൊക്കെ പിടിച്ചു കിടക്കുകയാണ് കേട്ടോ. ആ നാരങ്ങ, അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നല്ല ടയറിലൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും അവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇതാട്ടോ പുതുതായിട്ട് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മീനിന്റെ ഇതിനകത്തൊക്കെയല്ലേ ഇപ്പൊ കുഞ്ഞു മീനുകളെ ഉള്ളൂ. അപ്പൊ ഇതിന് വലുതാവുമ്പോഴത്തേക്കൊക്കെ വിൽക്കാനാണ് പ്ലാന്. ലൈക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഫ്രഷ് മീനും അതെല്ലാം അവരുടെ പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ ഇങ്ങനെ ബിസിനസ് ഓരോന്നും ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രിഞ്ചാളൊക്കെ നല്ല പിടിച്ചു കിടക്കുന്നുണ്ടോ, എല്ലാം ഉണ്ട്. ബ്രിഞ്ചാള്, നാരങ്ങ, ഡ്രാഗൺ ഫ്രൂട്ട്, മാവ്, പെട്ടെന്ന് 2 വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവ്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. ടയറിലൊക്കെ നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്ക്. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് ആക്ച്വലി വളരുന്നതാണ് കേട്ടോ. എനിക്ക് ഈ മരം ഭയങ്കര കോമൺ ആണെങ്കിലേ, ഒരു മരം ഒരു ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ക്യൂട്ടാണ്. അപ്പോഴത്തേക്ക് എനിക്ക് മാഷ് വെള്ളമൊക്കെ കൊണ്ട് തന്നതാണ് കേട്ടോ. വീട്ടിനകത്തും ഉണ്ട് കുറെ ചെടികളൊക്കെ അവളിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവളുടെ കലാവിരുതാണെന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ ഇതാണ് കേട്ടോ, തൊട്ട് വീടിന് ജസ്റ്റ് മുന്നിൽ തന്നെയാണ് ഈ നഴ്സറി. അപ്പൊ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് വരുമ്പോ തന്നെ നഴ്സറി കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ചെടികളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. ആദ്യം ഞാൻ ഈ നഴ്സറി ഉണ്ടായതിനു ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ അവളെന്നെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഹെൽപ്പിങ് ചെയ്യാൻ ഒരു ചേച്ചിയുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മുടെ ബോഗൻ വില്ലയുടെയൊക്കെ നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സ്, പിങ്ക്, റെഡ്, പിന്നെ അതേപോലെ മിക്സഡ്, ഒരു ചെടിയിൽ തന്നെ പല കളേഴ്സ് ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്ലാവ്, മാവ് ഒക്കെയാണ് കേട്ടോ. അതിന്റെ തന്നെ പല പല ടൈപ്പ്, പെട്ടെന്ന് കായ്ക്കുന്നത്, അങ്ങനെ ചെറിയ നമ്മൾ കൈ എത്തി പിടിക്കാൻ പറ്റുന്ന തെങ്ങുകള്, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. ആ വെറൈറ്റികളെല്ലാം അവിടെ ഉണ്ട്. നമുക്കാണെങ്കിൽ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടുന്ന് മേടിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ കേട്ടോ.
അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ഇവിടുന്ന് മേടിച്ചോണ്ട് പോകണം. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ചേട്ടായുടെ കൂടെ വരണമെന്നായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ഇവര് ബർത്ത്ഡേ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് ചേട്ടായിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഇവിടെ എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തക്കലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോകുന്ന വഴിക്ക് ഈ വഴിയും ട്രിവാൻഡ്രത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത് പൈവേലിയാണ് കേട്ടോ സ്ഥലം. അപ്പൊ ഇവിടുന്ന് നമുക്കങ്ങ് പെട്ടെന്ന് അങ്ങ് തക്കലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയാ, ഇവിടെ എല്ലാം കുറച്ച് സെലക്ട് ചെയ്ത് ഇൻഡോർ പ്ലാന്റ്സ്, ഇനിയിപ്പോ എല്ലാവരും തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഇപ്പോഴേ എല്ലാം സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാലോ എന്നാണ് പ്ലാന്. അപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ മേടിക്കണമെങ്കിൽ മാലൂസ് ഗപ്പി ഗ്രീൻ ഹോം എന്നാണ് കേട്ടോ നഴ്സറിയുടെ പേര്. ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഇതൊക്കെ മേടിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടായിട്ട് തന്നെ വെളിയിൽ വെക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് കുരങ്ങനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് സെറ്റിൽ ആവുകയാണെങ്കിൽ അന്നേരം മേടിക്കാന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ മീന് വേണ്ടിയിട്ടുള്ള അവര് കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റി, എല്ലാ ടൈപ്പ് ഓഫ് മരങ്ങളും എല്ലാം അവിടെ ഉണ്ട്. നാരങ്ങ, ഇത് ചെറിയ ഓറഞ്ച് ആണ് കേട്ടോ, ഓറഞ്ച്. അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയും മേടിച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ ചെറിയ കുഞ്ഞ ഓറഞ്ചിന്റെ മരമൊക്കെ. അതിനകത്ത് ഇങ്ങനെ ചെറിയ ഓറഞ്ച്. അപ്പൊ നമുക്ക് അങ്ങനെ എടുത്ത് എന്താ പറയാ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ റംബൂട്ടാൻ, എല്ലാ വെറൈറ്റി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട്, ചെറിയ ഒട്ടുമാങ്ങ, പല വെറൈറ്റി. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പൊ ഇതിൽ നിന്നാണ് മേടിക്കാതെ പ്ലാൻ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും ഒരു വലിയ പിടിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ അവളോട് തന്നെ അപ്പൊ ചേട്ടായിനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടായിക്ക് കുറച്ച് വീട്ടിന്റെ അകത്ത് ഇച്ചിരി ഗ്രീനറി വേണം, പുള്ളിക്കാരനുമായ മനസ്സിന് ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ വേണം, ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അവിടുന്ന് തന്നെ സെലക്ട് ചെയ്തു. അപ്പൊ അവള് നമുക്കതെങ്കിൽ നല്ല അതിനെ പറ്റി കുറെ സംഭവങ്ങളൊക്കെ ഏതാണ് നല്ലതെന്നൊക്കെ കാണിച്ചു തന്നു. അപ്പൊ അതൊക്കെ കുറച്ച് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരത് എനിക്ക് ചെടിച്ചട്ടിയിൽ അവര് തന്നെ എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചേക്കെ, എടുത്തോണ്ട് പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. പിന്നെ അതിനകത്ത് ഇന്നും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി അവര് പേഴ്സ് ഒക്കെ എനിക്ക് ഇട്ട് തന്നായിരുന്നു. അപ്പോൾ അപ്പൊ നമ്മൾ എല്ലാരും ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാരും കേക്കൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ 2 കേക്ക് കൊണ്ടുവന്ന് എന്തിനാന്ന് തന്നെ അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവരുടെ ചേട്ടന്റെ ചേട്ടനും എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ അവരുടെ അച്ഛനും അമ്മ ഇടയ്ക്ക് വെച്ച് സംസാരത്തിൽ അമ്മ പൊട്ടിച്ചു പോയേനെ. പക്ഷെ അത് പെട്ടെന്ന് മാളും അത് രക്ഷിച്ച് ആ സർപ്രൈസ് പൊട്ടിക്കാതെ നോക്കി അച്ഛൻ്റെ അടുത്ത് അമ്മ എടുത്തു. അങ്ങനെ ആ കേക്കൊക്കെ കൊണ്ട് വെച്ചപ്പോ തന്നെ ചാച്ചൂട്ടനങ്ങ് കട്ട് ചെയ്തോളാം വയ്യ കേട്ടോ. ക്ഷമയില്ല പുള്ളിക്കാരന്റെ. സ്പൈഡർമാൻ തീംഡ് കേക്കൊക്കെ ആയിരുന്നു. ആദ്യം വലിയ
അടുത്തത് അച്ഛനും അമ്മയും അടുത്ത് അപ്പോഴാണ് കേട്ടോ സർപ്രൈസ് പൊട്ടിക്കുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ അന്തം വിട്ടിട്ട് എന്തുവാണ് ഈ നടക്കുന്നത്, എന്തുവാ ഞാൻ വെട്ടണോ, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ നേരം പറഞ്ഞ് അവസാനം എല്ലാരും കൂടെ പിടിച്ചു നിർത്തി അവരെ രണ്ടുപേരെ എന്താ പറയാ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. ആക്ച്വലി കുറച്ച് മുതിർന്ന ആൾക്കാരാകുമ്പോൾ അവർക്കും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ എന്ന് പറയുന്നതൊക്കെ അവർ മറന്നു തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഇതേപോലെ നമ്മൾ അവർക്കും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് വയസ്സാകുന്നവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അച്ഛനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് വായ വെച്ച് കൊടുക്കാൻ അമ്മ ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. ഇല്ല കൊച്ചിനെങ്ങാനും കൂടെ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞോണ്ട് അമ്മയ്ക്ക് നാണം വന്നിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള പുറപ്പാടുകളാണ് കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാണ്. അങ്ങനെ ചാച്ചോട്ടനൊക്കെ നമ്മള് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ചെടിച്ചട്ടി എല്ലാം ചേട്ടൻ സൂപ്പറാക്കി സെറ്റാക്കി വെച്ചേക്കാം, നാളെ വെളുപ്പിന് വന്ന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി. ഇപ്പൊ പാക്ക് ചെയ്യാണ് കേട്ടോ. നാളെ രാവിലെ നമുക്ക് പോകണ്ടേ. ഇത് നോക്ക് ലക്കി കാണിച്ചു വെക്കുന്ന വേലകളാണ്. നമ്മൾ ഈ സ്ക്രാച്ച് ബോർഡ് വരുന്നതിന് മുമ്പ് ഇതേപോലെയാണ് എല്ലാ ബാഗിലും കയറി ഉരച്ച് നശിപ്പിച്ചു വെക്കും കേട്ടോ അവൻ. അതുകൊണ്ടാണ് ഞാൻ ആ സ്ക്രാച്ചിങ് ബോർഡ് മേടിച്ചത്. അപ്പൊ സമയം ഇപ്പം വെളുപ്പിന് അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണിത്. അപ്പൊ വെളുപ്പിന് ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. ആ നേരത്തെ ഒരുത്തം പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ നേരവും കാലവും ഒന്നുമില്ല, ഏത് നേരത്തും ഇവൻ ഫുഡ് കഴിക്കും. അപ്പൊ നമ്മൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും ചേട്ടായി കൂടെ ഇറങ്ങാൻ പോവാണ്. എന്റെ കോലമൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പൊ ലക്കി പോവാറായപ്പോഴത്തേക്ക് ബാഗിന്റെ മേളിൽ ഇതേപോലെ കയറി ഇരുന്നിട്ടാണ് ആ ബാഗ് നശിപ്പിക്കുന്നത്. അപ്പൊ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. നമ്മള് വീട്ടിലോട്ട് പോകാൻ പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് ചേഞ്ച് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ചെന്നിട്ട് ജോലി ചെയ്യണം. 10 o'clock ലോഗിൻ ചെയ്യണം. അപ്പൊ എത്രയും പെട്ടെന്ന് രാവിലെ ഇപ്പൊ ചേട്ടായി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ പോയാൽ ചേട്ടായിക്കും വലിയ ഉറക്കവും വരത്തില്ല. എനിക്ക് കറക്റ്റ് ടൈമിന് അങ്ങ് വീട്ടിൽ പോയി കയറാനും പറ്റും. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാന്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഇന്നലത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം എടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൈവേലി വഴിയാണ് പോകുന്നത്. അപ്പൊ ലക്കിക്ക് ഇന്നലെ കുറച്ച് എന്താ പറയാ ആദ്യമൊക്കെ കരഞ്ഞെങ്കിലും ഇന്ന് ആയപ്പോഴത്തേക്ക് കാറിനോട് കുറച്ച് പേടി കുറഞ്ഞു. അപ്പൊ ഇതാണ് കേട്ടോ മാളൂസ് ഗപ്പി ഗ്രീൻ ഹോം. അപ്പൊ ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ എത്തിയപ്പോ അവളെല്ലാം ഉണർന്നിട്ടുണ്ടായിരുന്നു. കാരണം ചേട്ടന് ജോലി കോട്ടയത്താണ്. അപ്പൊ രാവിലെ പുള്ളിക്കാരി ഇവിടെ ഉണർന്ന് എല്ലാം റെഡിയാക്കി ചേട്ടൻ പോവുകയും ചെയ്തായിരുന്നു. അപ്പൊ ഭയങ്കരമാണ് ഇപ്പൊ ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. കാരണം കുലുങ്ങത്തും ഇല്ല, ഇങ്ങനെ തന്നെ സേഫ് ആയിട്ട് ഇരിക്കും. അപ്പൊ വീട്ടിൽ ചെന്നപ്പം സത്യം പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ ലക്കീനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ലക്കി നോക്കിയപ്പോ അവിടെ രാവിലെ കുറെ കിളികളെയൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ ഇത് എന്താണ് ഈ കിളികൾ രാവിലെ കരയുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് മാളു എന്നോട് പറഞ്ഞേക്കുന്ന മാളിനെ എല്ലായിടത്തും നല്ല സുന്ദരി കുട്ടിയായിട്ട് കാണിച്ചിരിക്കണം എന്നുണ്ട്. ലക്കി ഇരിക്കുന്ന സ്ഥലം അവന് ഇരിക്കാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല, വന്നു പോയി ഇരിക്കുകവൻ. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞോണ്ട് ഈ റൂട്ട് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഹൈവേയിലോട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോ കയറി മൊത്തത്തിൽ ഒരു 2 hours കാണിക്കുന്നുള്ളൂ. ലക്കി ഇരിക്കുന്ന കേട്ടോ. പുറത്തോട്ട് നോക്കിയിട്ട് വേറെ വരുന്ന വണ്ടികളെയൊക്കെ നോക്കി കുറെ നേരമൊക്കെ ഇരുന്നു. പക്ഷെ ഇച്ചിരി അവന് പറ്റത്തില്ല കേട്ടോ കാറിൽ അങ്ങനെ ഇരിക്കാൻ. ലാസ്റ്റ് എങ്ങനെയും ഓടി പിടിച്ച് എപ്പോഴും എന്റെ മടിയിലേക്ക് എത്തും ലാസ്റ്റ്.
ഈ ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ എന്ന് പറയുന്നത് അവരുടെ മാത്രമാണ് റോഡ് എന്നൊരു മെന്റാലിറ്റിയാണ്. എന്താ പറയാനാ, വേറെ എല്ലാവരും മാറിപ്പോക്കണം. അപ്പം ഗണേഷ് കുമാർ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ റോഡിൽ കൂടെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കാണിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തതാ. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് എന്താ പറയാ, ഇതിന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ വരുന്നുണ്ട്, എല്ലാരും മാറിക്കും, അതാണ് മെന്റാലിറ്റി. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പൊ ഗണേഷ് കുമാറിന്റെ വ്ളോഗ് കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അപ്പൊ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അബദ്ധത്തിലങ്ങനെ കണ്ടാലോ. ഒരുത്തൻ കണ്ടോ, പോയി 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 ചുറ്റി വന്ന് എന്റെ തലയിൽ കയറിയിരിക്കുന്നത്, വേറെ ഒരിടത്ത് സ്ഥലമില്ലല്ലേ. അവനൊരു ഒരു ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്തിരിക്കാൻ പറ്റാത്തോണ്ട് മേളിൽ കയറി എന്റെ തലയുടെ അവിടെ, കഴുത്തിന്റെ അവിടെ കുറെ നേരം അങ്ങനെയൊക്കെ ഇരുന്ന് നോക്കി. സെയിം ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ ഇത്. അപ്പം ഇതേപോലെ കറങ്ങി തിരിഞ്ഞ് അവൻ വീണ്ടും എന്റെ മടി വന്നിരുന്നു അങ്ങ് ഉറങ്ങി. അവന് ഓക്കെ ആയി കേട്ടോ. അവന് അപ്പൊ എങ്ക ഒരു വந்தாച്ചേ, ഞങ്ങളുടെ വീട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ലോഗിൻ ചെയ്യുന്നതിനൊക്കെ മുമ്പേ രാവിലെ 9 മണിക്ക് മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോ എനിക്ക് ലോഗിൻ ചെയ്യാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാക്കി പോയിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. മൊത്തത്തിൽ കൂളാണ്. അപ്പൊ ലക്കി ഉണ്ടായിട്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും എവിടെ ഇറങ്ങിയിട്ടില്ല. കാരണം അവൻ അതിൽ കിടന്ന് കരയും നമ്മളെ കണ്ടില്ലെങ്കിലേ. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇടയിൽ കഴിക്കാൻ നിന്നില്ല, കാരണം ലക്കി കൂടെ ഉണ്ടായിട്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ മേടിക്കാൻ പോയേക്കുവാ. ഞാൻ സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ നിന്ന്. അപ്പോൾ വന്നു, ഇനി ലോഗിൻ ചെയ്യാൻ ടൈം ആവാറായി. ഞാനന്ന് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി മാക്സിമം വെക്കുകയാണ്. പിന്നെ വാഷിംഗ് മെഷീൻ തുണി ഇട്ടു, അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.